ഇടുക്കി അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പ്രശ്നം. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഹൈമാസ്റ്റിൽ തന്നെ ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലൈറ്റുകൾ പൂർണ്ണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി. ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ വരുന്ന സമയങ്ങളിലൊക്കെ കൂടുതൽ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന സമയമാണ്. അവധിക്കാലങ്ങളൊക്കെ കടന്നു വരികയാണ്, വിവിധ ആഘോഷങ്ങൾ കടന്നു വരികയാണ്. ഫെസ്റ്റ് 1-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നമ്മൾ ഫെസ്റ്റ് ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടിമാലിൽ ഹൈമാക്സ് ലൈറ്റുകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. 1-2 ലൈറ്റുകൾ കത്തിപ്പോകുന്നത് മൂലം നമുക്ക് അടിമാലി ടൗണിന് ആവശ്യമായ ഒരു വെട്ടം എല്ലാ പ്രദേശത്തും ലഭിക്കുന്നില്ല. ഇത് ഒന്ന് പഞ്ചായത്ത് പരിഹരിച്ച് നമ്മുടെ ടൗണിൻ്റെ ആവശ്യമായ വെട്ടത്തിനുള്ള വഴിയോര വിളക്കുകളും ഹൈമാക്സ് ലൈറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് ഞങ്ങളുടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. പകൽ സമയത്തെന്ന പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നു പോകുന്ന ടൗണാണ് അടിമാലി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണശ്രമങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. രാത്രികാലത്ത് വനമൃഗങ്ങളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യവും ഇവിടെ പതിവാണ്. ഈ സാഹചര്യത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കാത്തത് പൊതുസുരക്ഷയും ബാധിക്കുമെന്നാണ് പരാതി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.